എന്റെ വലിയ സുഹൃത്താണ്, എന്റെ പ്രസംഗത്തെ വലിയ ഇഷ്ടമുള്ള ആള്. എന്നോട് പറയുന്നത്, എന്നെ വിളിച്ചിരുന്നു വരാൻ എന്ന് വിചാരിച്ചാണ്, പക്ഷെ പ്രധാനപ്പെട്ട പരിപാടികളോട് വരാൻ പറ്റില്ല. എന്റെ പ്രസംഗം വലിയ ശ്രദ്ധയോടെ എന്നോട് ഒരിക്കൽ ഡൽഹിയിലേക്ക് പോയപ്പോൾ നിങ്ങളുടെ ലോകാവസാനം കേട്ട് ഞാൻ കരഞ്ഞുപോയി എന്ന് പറഞ്ഞ് ഈറ്റി എന്നോട്. അള്ളാഹു നല്ല തൗഫീഖ് കൊടുക്കട്ടെ. ഈറ്റി മുഹമ്മദ് ബഷീർ സാഹിബ് MP ആണ്. അത് എന്റെ സ്വന്തം ആളാ, ഞാൻ പറഞ്ഞാൽ മതി. പി രാമകൃഷ്ണൻ MLA, ശ്രീരാമകൃഷ്ണൻ MLA, അദ്ദേഹം എന്റെ സുഹൃത്താ. ഞാൻ ഒരു പാർട്ടിയിലും ഇല്ല, അമത വല വിമത രണ്ടിലും ഇല്ല. ഞാൻ പെരിന്തൽമണ്ണ നിക്കാഹിന് സംസാരിച്ച് 10 മിനിറ്റ് കഴിഞ്ഞ ശ്രീരാമകൃഷ്ണൻ എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഒരു പ്രസംഗം ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. 10 മിനിറ്റ് നിക്കാഹിന് പ്രസംഗിച്ചു. അപ്പൊ അദ്ദേഹം അങ്ങനെയും എന്നെ അഭിനന്ദിച്ച ആളാണ്. MLA എന്റെ സ്വന്തം ആളാ. പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മുടെ സ്വന്തം ആളല്ലേ, ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ മതി. പഞ്ചായത്ത് മെമ്പർ അതും എന്റെ സ്വന്തം ആളാ, ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ മതി. അത് ഞാൻ ഒരു ബന്ധവുമില്ല. യഥാർത്ഥത്തിൽ നമ്മളൊക്കെ നിസ്കരിക്കുന്നവരാ, നോമ്പ് പിടിക്കുന്നവരാ, ഹജ്ജ് ചെയ്യുന്നവരാ, അമല് ചെയ്യുന്നവരാ. ഞാൻ പറഞ്ഞ അവനൊന്നും തരൂല. ഞാൻ പറഞ്ഞാൽ അവൻ ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്, എന്റെ റബ്ബ് എന്ന് പറയാൻ അബ്ദുദീഗർ അബ്ദുഹു ചീസേദിഗർ മസറാഫാ ഇന്തിസാറോ മുൻതസർ അബ്ദുദീഗർ അബ്ദുഹു ചീസേദിഗർ മസറാഫാ ഇന്തിസാറോ മുൻതസർ. എന്ത് മനസ്സിലായി? ഇവനെന്ത് ചിരിക്കുന്നു? ഒതളങ്ങി അവൻ പൊട്ടിച്ചിരിക്കുന്നു. അബ്ദുദീഗർ അബ്ദുഹു ചീസേദിഗർ, അടിമ വേറെ, അബ്ദുഹു അള്ളാന്റെ അടിമ എന്ന് പറയുന്നത് വേറെ. വെറും അടിമയല്ല, അള്ളാഹുവിന്റെ അടിമയാണ് ഞാൻ. അതോടൊപ്പം തന്നെ അള്ളാഹ് എന്റേതാണ്, അവൻ എന്റെ സ്വന്തമാണ്. ആകാശഭൂമികളുടെ രക്ഷകനായ തമ്പുരാൻ എല്ലാം അടക്കി ഭരിക്കുന്ന, എല്ലാം സംവിധാനിക്കുന്ന, ആകാശത്തെ പടച്ച, ഭൂമിയെ പടച്ച, ഗഗനത്തെ പടച്ച, ഭുവനത്തെ പടച്ച, താരകങ്ങളെ പടച്ച, തരുക്കളെ പടച്ച, താരാപഥങ്ങളെ സംവിധാനിച്ച, നീരുറവയെയും നീലക്കടലിനെയും നീലനിശീതിനിയെയും നീലാംബരത്തെയും നിലാപക്ഷിയെയും നിലാവൊളിയെയും നീലനിലാവിനെയും നിത്യദർശനമായി ലോകത്തൊരുക്കിയ തമ്പുരാൻ എന്റെ തമ്പുരാനാണെന്ന് പറയാൻ ഞാൻ എന്നെ കഴിഞ്ഞാൽ അവൻ എന്നെ സാന്ത്വനപ്പെടുത്തുമെന്ന് എന്റെ കൽവൊന്ന് പതറിയാൽ എനിക്ക് ശക്തി തരുമെന്ന്. അവൻ ആരാണവന്? ജനിച്ചു വീണപ്പോഴേ ചെവിയിൽ പറഞ്ഞത് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ഉമ്മാന്റെ ഗർഭാശയത്തിൽ നിന്ന് ജനിച്ചു വീണപ്പോ ഒലത്തെ ചെവിയിൽ ഞാൻ അവന്റെ നാമം കേട്ടിട്ടാണ് വന്നത്. പിന്നീട് 5 നേരം പള്ളിയിൽ നിന്ന് ആ വാക്ക് ഞാൻ പിന്നെയും കേട്ടു. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അള്ളയാണ് വലുത്, അവനാണ് വലുത്, അവനാണ് വലുത്. ഈ ഉപരിലോകവും അധോലോകവും ആകാശഭൂമികളുടെ ഇടയിലുള്ള സർവ്വതിനെയും സംവിധാനിച്ച അള്ളാഹുവാണ് വലുതെന്ന് ഞാൻ പിന്നെയും കേട്ടതാണ്. അതുകൊണ്ട് എന്റെ കണ്ണൊന്ന് നിറഞ്ഞാൽ, എന്റെ കൽവൊന്ന് പിടഞ്ഞാൽ, ഞാൻ പറഞ്ഞാൽ എന്റെ അള്ളാഹു എനിക്ക് സാന്ത്വനം തരുമെന്ന് പറയാൻ എന്റെ കണ്ണുകളെ കരയുകഴിയുന്നില്ല. പാതിരാ സമയത്ത് ജീവിതത്തിന്റെ പ്രയാസങ്ങൾ മുഴുവനും മുസല്ലയുടെ പായിലേക്ക് കരഞ്ഞ് കരഞ്ഞ് കണ്ണുനീരൊഴുകുമ്പോ അല്ലാഹുവേ, ഗൾഫിൽ ഭർത്താവ് കട്ടപ്പാടിലാണ്, മക്കള് ഗതികേടിലാണ്, പുരപറന്ന് നിൽക്കുന്ന കുഞ്ഞിന് വിവാഹം വരുന്നില്ല, മാരക രോഗങ്ങൾ വേട്ടയാടുകയാണ്. പാതിരാ നിസ്കാരപ്പായ നിന്റെ ചെറ്റക്കുടലിന്റെ മുമ്പിൽ വിരിച്ചിട്ട് പടച്ചറപ്പിന്റെ മുമ്പിൽ സുജൂദിന് കിടന്ന് പൊട്ടിക്കരയുമ്പോ എന്തേ പടച്ചറപ്പ് നിനക്ക് മറുപടി പറയുന്നില്ല? അല്ലാഹു പറഞ്ഞെന്താ? അല്ല പറഞ്ഞതെന്താ? പാതിരാ സമയത്ത് കരയാത്തവരാരാ ഉള്ളത്? വാളിന്റെ സദസ്സിൽ വന്നിട്ട് 10,000-കണക്കിന് ആളുകൾ അതുആയിൽ പൊട്ടിക്കരയുമ്പോ എന്തേ നമ്മുടെ കണ്ണുനീരിന് പടച്ചറപ്പിന്റെ മുമ്പിൽ വരയില്ല? നമ്മുടെ സങ്കടങ്ങൾ എന്തേ കേൾക്കുന്നില്ല? അല്ല പറഞ്ഞതോ വൈദാ സഅലക ഇബാദി അന്നീ ഫഇന്നീ ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅാനി ഫലസ്തജീബു ലീ വൽയുഅ്മിനൂ ബി ലഅല്ലഹും യർഷദൂൻ. എന്റെ അടിമകൾ വന്നിട്ട് ഞാൻ എവിടെയാണ് ചോദിച്ചാൽ ഞാൻ അവന്റെ തൊട്ടടുത്തില്ലെന്ന് പറയും നബിയേ. ആരാ
ഖുർആനാണ് പറഞ്ഞത്. അല്ലാഹു എവിടെയാ? നെപ്റ്റ്യൂണിലല്ല, പ്ലൂട്ടോയിലല്ല, താരാപഥങ്ങളിലോ നെബൂലകളിലോ അല്ല. പൊന്നുമോനെ, പടച്ചറപ്പ് എവിടെയാ? ഞാൻ നിന്റെ തൊട്ടടുത്തിരിക്കുന്നുണ്ട്. തൊട്ടടുത്തിരിക്കുകയല്ല, നിന്റെ കണ്ണനരമ്പിനേക്കാൾ അടുത്ത് ഞാനിരിക്കുന്നുണ്ട്. ആരെന്നോട് ചോദിച്ചാലും ഞാനവന് മറുപടി കൊടുക്കുമെന്ന്. ഇത് സഹാബത്തിന് മാത്രമല്ല, ഇത് ഔലിയാക്കൾക്ക് മാത്രമല്ല, ഇത് ആരിഫീങ്ങൾക്ക് മാത്രമല്ല. വെളിയങ്കോട് ഗ്രാമപ്രദേശത്ത് തടിച്ചുകൂടിയ 10,000-കണക്കിന് പെണ്ണേ പുരുഷ, എന്നോടും നിന്നോടുമാണ് പറയുന്നത്. നിന്റെ കണ്ണനരമ്പിന്റെ അടുത്ത് ഞാനിരിക്കുന്നുണ്ട്. നീ വിളിച്ചാൽ ഞാൻ ഉത്തരം തരാ. ഉത്തരം കിട്ടിയില്ലെങ്കിൽ പിന്നെ ഖുർആൻ തെറ്റാവണ്ടേ? ഉത്തരം കിട്ടാത്തതിന്റെ കാരണം എന്താ? ഞാൻ നിന്റെ തൊട്ടടുത്തിരിക്കുന്നുണ്ട്. ഞാൻ എവിടെയായിരിക്കുക? ചന്തമേറിയ ഭൂമിയിലും വർണ്ണാപമാംസലഭത്തിലും സന്ദരമകരതാരി എന്നൊരു ചിത്രചാരുത കാട്ടിയും അന്ധചാരു കടാക്ഷമാലകൾ അർക്കരശ്മിയിൽ നീട്ടിയും ചിന്തയാ മണിമന്ദിരത്ത് ഇറങ്ങുമീശനെ വാഴ്ത്തുവിന്. അവൻ എല്ലായിടത്തുമുണ്ട്, തൂണിലും തുരുമ്പിലും വായുവിലും കടലിന്റെ അടിയിലും മുകളിലും. ഈ മന്ദമാരുതനിലും അടിച്ചു വീശുന്ന മന്ദമാരുതനിലും മിന്നിത്തിളങ്ങുന്ന നീലാംബരത്തിലും പുഞ്ചിരി പൊടിയുന്ന മഞ്ഞകണങ്ങളിലും ഈ അലറിയടിക്കുന്ന തിരമാലകൾക്കുള്ളിലും ഈ ഊറിയിടുന്ന മത്സ്യത്തിന്റെ മർമ്മര ശബ്ദത്തിന്റെ ഇടയിലും ഈ തടികിത്തലോട് പോകുന്ന ഇലകൾ മെല്ലെ ഒന്ന് കൂട്ടിയിടിക്കുമ്പോഴും അല്ലാഹുവേ അല്ലാഹുവേ എല്ലാം നിറഞ്ഞു നിൽക്കുന്ന തമ്പുരാനെ, എന്റെ കണ്ണുനീരിന് മാത്രം നീ എനിക്ക് വില നൽകുന്നില്ല. എന്റെ ദുആ എന്തേ നീ സ്വീകരിക്കുന്നില്ല? പടച്ചവനെ, കരഞ്ഞ് 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 തളരുകയാണ് അല്ലാഹുവേ. അല്ലാഹു നമ്മളുമായിട്ടൊരു ബന്ധമില്ല. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, പടച്ചറപ്പായി എന്റെ റബ്ബ്, എന്റെ റബ്ബ് അബ്ദുദീഗർ അബ്ദുഹു ചീസേദിഗർ മശറാപ്പ ഇന്ദിസാറോ മുനദസറേ. ഞാൻ കരഞ്ഞാൽ എന്റെ റബ്ബ് എന്റെ കണ്ണുനീര് തുടച്ചു തരുമെന്ന്. ഞാനൊന്ന് കരഞ്ഞാൽ അള്ളാഹ് എനിക്ക് സാന്ത്വനം തരുമെന്ന് പറയാനുള്ള ഒരടുപ്പം നമ്മളും അല്ലാഹു നമ്മിലില്ല. ഉണ്ട് ഉണ്ട്. ഇത് ഖുർആനാണ്. നബിയെ 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 സല്ലല്ലാഹു അലൈഹി വസല്ലം